എന്നെ കരുതും, എന്നും പുലർത്തും, എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിയും. ദുഃഖനാളിൽ കൈവിടാതെ തൻ്റെ ചിറകിൻ നിഴലിൽ മറയ്ക്കും. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തനിനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുന്ന 3 വനിതകളുടെ ജീവിതവും നമ്മുടെ ജീവിതവും തമ്മിൽ ബന്ധപ്പെടുത്തി ചില ചിന്തകൾ ഈ പ്രഭാതത്തിൽ പങ്കുവെക്കാം. 1. ഈസബേൽ. സീദോനി രാജാവായ എത്ബാലിൻ്റെ മകളായ ഈസബേൽ ജാതീയ കുടുംബ പാരമ്പര്യത്തിൽ നിന്നും ദൈവജനമായ ഇസ്രായേലിൻ്റെ രാജാവായ ആഹാബിൻ്റെ ഭാര്യയായി തീർന്ന വനിതയാണ്. ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വേറൊരു പശ്ചാത്തലത്തിലേക്ക് വിവാഹം മൂലം വന്നു പാർത്ത ഈസബേൽ പുതിയ പശ്ചാത്തലത്തിൽ നിൽക്കണമായിരുന്നു. എന്നാൽ സംഭവിച്ചത് മറിച്ചാണ്. ജീവനുള്ള ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ രാജാവായ ആഹാബ് ദൈവത്തെ ഉപേക്ഷിച്ച് ജാതീയ ദൈവത്തിൻ്റെ ആരാധകനായി തീർന്നു. ജാതികളുമായി വിവാഹബന്ധം ചെയ്യരുത്, നിന്റെ പുത്രിമാരെ അവരുടെ പുത്രന്മാർ കൊടുക്കുകയോ അവരുടെ പുത്രിമാരെ നിന്റെ പുത്രന്മാർ കൊടുക്കുകയോ ചെയ്യരുത് എന്ന ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച ആഹാബ്. ആവർത്തനം 7:3. ഭാര്യ മുഖാന്തരം പാപവഴിയിലേക്ക് നയിക്കപ്പെട്ടു. ജനത്തെ ബാൽ ആരാധനയിലേക്ക് നയിച്ചു. ദേശം മുഴുവൻ ബാൽ വിഗ്രഹങ്ങളും അശേര പ്രതിഷ്ഠകളും ഉണ്ടാക്കി. ജനത്തെയും ഭർത്താവായ ആഹാബിനെയും ദൈവത്തിൽ നിന്ന് അകറ്റുകയും യഹോവയ്ക്ക് വിരോധമായി പ്രവർത്തിക്കുകയും ചെയ്ത ഈസബേൽ ഏലിയ പ്രവാചകൻ്റെ ആലോചനയെയും നിരസിച്ചു. തൽഫലമായി ദൈവകോപം അവളുടെ മേൽ വന്നു. ദൈവത്തെ മറന്ന ഈസബേലിൻ്റെ അന്ത്യം വളരെ ദയനീയമായിരുന്നു. യഹോവയുടെ അരുളപ്പാടിൻ പ്രകാരം നായ്ക്കൾ ഈസബേലിൻ്റെ മാംസം തിന്നുകളഞ്ഞു. 1 രാജാക്കന്മാർ 21:23, 2 രാജാക്കന്മാർ 9:30-37 വരെ. വിവാഹബന്ധത്തിൽ കൂടി ജീവനുള്ള ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ കൂട്ടിച്ചേർക്കപ്പെട്ട ഈസബേൽ ദൈവജനത്തോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കണമായിരുന്നു. മാനസാന്തരപ്പെടുവാൻ അവസരം ലഭിച്ചിട്ടും മാനസാന്തരപ്പെടാതിരുന്ന ഈസബേലിൻ്റെ അന്ത്യം ദയനീയമായിരുന്നു. നിന്റെ ദൈവമായ യഹോവയെ മറന്ന് അന്യദൈവങ്ങളെ സേവിച്ച് നമസ്കരിക്കുന്നവൻ നശിച്ചു പോകും എന്ന ആവർത്തനം 8:19 പറയുന്നത്. ദൈവത്തെ ആരാധിക്കുന്ന ജനത്തിൻ്റെ മധ്യത്തിൽ ചെന്നതുകൊണ്ട്, ഉന്നത സ്ഥാനത്ത് എത്തിയതുകൊണ്ട് ദൈവം പ്രസാദിക്കില്ല. ദൈവപ്രസാദം ലഭിക്കുന്നത് മാനസാന്തരപ്പെട്ട് ദൈവവഴിയിൽ നടക്കുന്നവർക്കാണ്, ദൈവാലോചനകൾക്ക് ചെവി കൊടുക്കുന്നവർക്കാണ്. 2. മീഖൾ. ഇസ്രായേലിലെ 1ാമത്തെ രാജാവായ ശൗലിൻ്റെ മകൾ ആയിരുന്നു മീഖൾ. ശൗൽ 1000 കൊന്നു, ദാവീദ് 10,000 കൊന്നു എന്ന് ഇസ്രായേൽ ജനം പാടിയപ്പോൾ ജനം ധീരനും വീരനുമായി കണ്ട ദാവീദിനെ മീഖൾ സ്നേഹിച്ചു. മീഖൾ ദാവീദിനെ സ്നേഹിക്കുവാൻ 2 കാരണമുണ്ടായിരുന്നു. 1. ഫെലിസ്ത്യമല്ലനായ ഗോലിയാത്തിനെ കൊന്ന വീരൻ. 2. തന്നോടുള്ള സ്നേഹം നിമിത്തം സ്വന്തം ജീവൻ വിലയേറിയതായി കാണാതെ തന്നെ വിവാഹം കഴിക്കുന്നതിനു വേണ്ടി ശൗൽ ആവശ്യപ്പെട്ടതുപോലെ 200 ഫെലിസ്ത്യമല്ലന്മാരെ കൊന്ന ധീരൻ. മീഖൾ ദാവീദിനെ സ്നേഹിച്ചുവെങ്കിലും കൊട്ടാരത്തിലെ സുഖസൗകര്യങ്ങൾ ഉപേക്ഷിക്കുവാൻ അവൾ തയ്യാറായില്ല. ശൗൽ ദാവീദിനെ കൊല്ലുവാൻ ശ്രമിച്ചപ്പോൾ ഓടി ഒളിക്കേണ്ടി വന്ന ദാവീദിനോടൊപ്പം പോകുവാനോ ദാവീദിൻ്റെ കഷ്ടതയിലും വേദനയിലും പങ്കുചേരാതെ രാജകൊട്ടാരത്തിലെ സുഖസൗകര്യങ്ങളിൽ സന്തോഷിച്ച് മാറി നിന്ന് സന്തോഷിച്ച മീഖൾ പരിണിതഫലം
അവൾക്ക് ജീവപര്യന്തം ഒരു കുട്ടിയും ഉണ്ടായില്ല. 2 ശമൂവേൽ 6:23. സ്വന്തം ഭർത്താവിൽ നിന്നും മക്കൾ ലഭിക്കാത്ത അവസ്ഥ എത്ര ദുഃഖകരമാണ്. കഷ്ടത പങ്കിടുവാൻ തയ്യാറാകാതെ ഒരിക്കലും സന്തോഷം നമുക്ക് ലഭിക്കില്ല. 3. രൂത്ത്, മോവാബ്യ ദേശക്കാരി. മോവാബ്യ ദേശത്ത് പരദേശിയായി പാർത്ത നൊവോമിയുടെ മരുമകൾ. തൻ്റെ ഭർത്താവ് മഹ്ലോൻ മരിച്ചിട്ടും അമ്മാവിയമ്മയുടെ ഏകാന്തതയിൽ കൈവിടാതെ അമ്മാവിയമ്മയുടെ കഷ്ടതയിൽ പങ്കുചേർന്നവൾ. അമ്മാവിയമ്മയോട് പറ്റിച്ചേർന്ന് നിന്ന രൂത്തിൻ്റെ വാക്ക് ശ്രദ്ധേയമാണ്. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും. രൂത്ത് 1:6. യഹൂദാദേശത്ത് അമ്മാവിയമ്മയുടെ കൂടെ വന്ന രൂത്ത് ബോവസിൻ്റെ വയലിൽ കതിർ പെറുക്കുവാനായി പോകുകയും അവൾക്ക് മറ്റാരിൽ നിന്ന് ഉപദ്രവം ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ ബോവസ് ഏർപ്പെടുത്തുകയും ചെയ്തു. ബോവസിനോടുകൂടി ഭക്ഷണവും പാനീയവും പങ്കിടുവാനുള്ള അവസരം ലഭിച്ചു. ഒടുവിൽ ബോവസിൻ്റെ സകലതിന്മേലും രൂത്തിന് പൂർണ്ണ അവകാശം ലഭിച്ചു. അതായത് അവൾക്ക് ഒരു വീണ്ടെടുപ്പുകാരനെയും ലഭിച്ചു. രൂത്തിന് ലഭിച്ച അനുഗ്രഹത്തിന് കാരണം എന്തായിരുന്നു? അവൾ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴിൽ ആശ്രയം വെച്ചു. രൂത്ത് 2:12. യഹോവയിൽ ആശ്രയം വെച്ചതാണ് അവളെ അനുഗ്രഹത്തിൻ്റെ അവകാശിയാക്കിയത്. മാനസാന്തരപ്പെടുവാൻ അവസരം ലഭിച്ചിട്ടും മാനസാന്തരപ്പെടാതിരുന്ന ഈസബേൽ നായ്ക്കളുടെ ഭക്ഷണമായി. ഭർത്താവിൻ്റെ കഷ്ടതയിൽ പങ്കുചേരാതിരുന്ന മീഖൾ മക്കളില്ലാതെ നിരാശയിൽ തകർന്നു. യഹോവയിൽ ആശ്രയം വെച്ച രൂത്തോ യേശുവിന് വലിയമ്മയായി തീർന്നു. ഈ മൂവരിൽ ആരുടെ ഭാഗത്ത് നാം വരും? കർത്താവേ, നിന്റെ ചിറകിൻ കീഴിൽ ആശ്രയം വെച്ച് പൂർണ്ണ പ്രതിഫലം പ്രാപിപ്പാൻ എന്നെയും സഹായിക്കണമേ. ആമേൻ. അനർത്ഥങ്ങൾ ഭവിക്കയില്ല, ബാധയോ എന്നെ തൊടുകയില്ല. പാതകളിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ കരങ്ങളിൽ വഹിക്കും. അനർത്ഥങ്ങൾ ഭവിക്കയില്ല, ബാധയോ എന്നെ തൊടു